ആ ചെരുപ്പ് ഇതാണ് നോക്കുതാ ചെരുപ്പ് ഇതാ അടിക്കുന്ന കോട്ട അതാ കണ്ടാ മറ്റേ കവറിനൊക്കെ മറ്റേ മറ്റേ ഒരു 100 വർഷം പഴക്കമുണ്ട് ഇതൊക്കെ. അമ്മോ ഹലോ കിലേട്ടല്ലേ. അപ്പോൾ ഗ്രാമോത്സവം ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലേട്ടല്ല അങ്ങനെ നമ്മൾ ആഫ്റ്റർ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതാ നമ്മൾ ടീം മൊത്തം ഇതാ അമ്മ നോക്കും ഇതാ വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഇതാ നിങ്ങളുടെ ആക്ടർ സ്വന്തം കിലേട്ടിലെ ആക്ടർ എന്ന് സംഭവിച്ച കിലേട്ടല്ല. നമ്മൾ ഫുള്ള് മഴ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഫുള്ള് മഴ. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ കിലേട്ടല്ല ഞാൻ കുറേ ആയിട്ട് എപ്പോൾ എന്ന് വെച്ചാൽ കുറേ പറഞ്ഞാൽ ചെറുപ്പത്തിൽ എപ്പോഴും വെറ്റിൽ കഴിച്ചാട്ടാ. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ എനിക്ക് വെറ്റിൽ കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ സ്വാഭാവികം നമ്മൾ മുത്തിനോട് വന്നു ഫുള്ള് വഴിക്കാണ് കിലേട്ടലുണ്ടാ നമ്മുടെ നന്ദു അതാ പിന്നെ അതാ അമ്മു ഹൈ പറടാ മുത്തിയോടി ഹലോ ഇവരേ കിടല. അപ്പൊ നമ്മളെന്താ വെറ്റിൽ കഴിച്ചിട്ട് കുറേ കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴാണ് കഴിച്ചാണ്. പിന്നെ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ മറ്റേ റോജാപ്പാക്കൊക്കെ കഴിച്ചിട്ടുണ്ട്, റോജാപ്പാക്ക് വെറ്റിലേക്ക്. പിന്നെ ആ സമയം നിർത്തിയതാണ്. പിന്നെ എന്തോ ഏതൊരു കല്യാണത്തിന് കഴിച്ചു കേട്ടോ. അന്ന് തലവീട്ടിലൊക്കെ വന്ന് കപ്പ് ഇത് നമ്മുടെ തല വെറ്റിലുണ്ടാ വെറ്റിലുണ്ടോ എനിക്ക് തലയിറങ്ങി വീഴുവോ തളനെ ക്യാമറ കാണുമ്പോൾ പഴയ കാലത്ത് മറ്റേ ഈ ആഫ്രിക്കയിലെ ആൾക്കാരൊക്കെ പോയിട്ട് ഇത് കുളിയൊന്നുമില്ലേ തന്നെ. മഴ തുടങ്ങിയ തള്ള കുളിക്കില്ല കേട്ടല്ല എന്ത് ചെയ്യാ തള്ള കുളി ഇതൊന്നും ഇല്ല തോന്നണോ വെറ്റിലുണ്ടാ കേട്ടല്ല. അപ്പൊ വെറ്റില പഴയ വെറ്റിലാണോ അറിയില്ല, പുതിയ വെറ്റിലാണോ നമുക്ക് കഴിച്ചു നോക്കാൻ എന്തായാലും. കഴിച്ച എങ്ങനെയാണെന്ന് അറിയില്ല. തളയിറങ്ങി വീഴുവോ തള്ളേ ഇതാ അയ്യോ പറഞ്ഞ കാര്യമില്ല. ഇവിടെ കിടല ഫുള്ള് വഴിക്കാൻ നടക്കുക. ഇവിടെ നമ്മുടെ ചെരുപ്പ് ഇതാണ് നോക്കുതാ ചെരുപ്പ് ഇതാ അടിക്കുന്ന കോട്ട അതാ കണ്ടാ അവസ്ഥ. ഇവിടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ഇൻഫ്ലുവൻസർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പൈസ ഇല്ല, പണിയില്ല, അതാണ് വല്ലാത്തൊരവസ്ഥ. ചേട്ടാ ചെറുതിന് നമ്മളെ ക്യാമറ ചെറുതിന് കൊടുക്കണം. വെറ്റിൽ തന്നെ പോണ്. അതെ സ്പീക്കർ എന്നാന്നല്ല എനിക്കത് എങ്ങനെയാണെന്ന് അറിയില്ല. ആ സെറ്റപ്പ് എവിടെ ഇരിക്കാം. അതെ എവിടെ ഇങ്ങോട്ട് എന്താ അത് നമ്മളെ കല്ലാണ് ഓരോരുത്തർ പറയുമ്പോൾ അവര് എടുക്കാൻ ചെറുത് അതാണ് വ്ളോഗ്. ഈ ചെക്കൻ ഒന്നും അറിയില്ല എന്താ ചെയ്യാ. ചെക്കൻ വ്ളോഗിന് പഠിക്കുള്ളൂ. കൈമൊക്കെ മാറ്റി ഇത് പിള്ളേർക്കില്ലാടല്ല. ഇത് ഇങ്ങനെയാണ് ക്യാമറ കാണാത്ത പോലത്തെ പിള്ളേരെ കൊണ്ടുകൊണ്ട് നല്ല വെറ്റിൽ വരും. പഴയ കാര്യം വെറ്റിൽ വരണ്ട ഇതാ എടുത്തിട്ട് പോണ്. ഇതാണ് മുത്തിന്റെ വെറ്റില സെഞ്ചി. ഇതാ നോക്കിത് മറ്റേ കവറിനൊക്കെ മറ്റേ ഒരു 100 വർഷം പഴക്കമുണ്ട് ഇതൊക്കെ. ഇതിന്റെ മറ്റേ വാർഷികമൊക്കെ ആഘോഷിക്കേണ്ട സമയം കഴിഞ്ഞു. പോയി വെച്ചെടുത്തിരുന്നെങ്കിൽ പിന്നെ കേട്ടടാ കാണിക്കട്ടെ ഇങ്ങോട്ടേക്ക് വരൂ. ഇവിടെ ചുണ്ണാമ്പ് വേണ്ട ചുണ്ണാമ്പ് പൊട്ടി. പിന്നെ കേട്ടാ പുകയിലേക്ക് ലഹരിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ആ പുകയില്ല നമ്മൾ കടയിൽ നിന്ന് ഒരു പേടിക്കാൻ കിട്ടുന്നത്. അത് എന്താ കുരങ്ങ് പോയി എന്താ അങ്ങനെ അത് പുകയിലാണ് കേട്ടോ എനിക്കറിയില്ല. പിന്നെ അടക്കനൊക്കെ കുത്തി ഇങ്ങനെ പൊടി ആക്കിയിട്ട് ഇതാണ് ഇതാ ഇതാ സാധനം ഇതാ പുകയില്ല. എല്ലാ പാക്കറ്റും നോക്കി വെള്ള കളറായിരുന്നു സംഭവം. മഞ്ഞയായി എന്താ സംഭവം അറിയില്ല. പിന്നെ കിലയുടെ ഇന്ന് സ്വാതന്ത്ര്യമുണ്ടോ. സ്വാതന്ത്ര്യത്തിന് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ പായസമൊക്കെ എന്ത് കാണിക്ക്. എത്രാമത്തേന് ഏത് സമയത്താണ് മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയത്? ഏത് വർഷത്തിലാണ്? 2014 സ്വാതന്ത്ര്യം കിട്ടിയതാ? 2014 സ്വാതന്ത്ര്യം കിട്ടിയത്? എത്ര വർഷത്തെ സ്വാതന്ത്ര്യം? ഏത് വർഷത്തിലെ സ്വാതന്ത്ര്യം? ഏത് വർഷത്തെ? ആര് പറഞ്ഞേ ദേശീയ ഗാനം കറക്റ്റ് പാടാൻ കിട്ടും നിങ്ങൾക്ക്? ചേട്ടാ അപ്പൊ മുത്ത് സ്റ്റോക്ക് കൊണ്ടുവന്നത് ഉള്ളിൽ നിൽക്ക്. മഴ ഉണ്ടാ മഴയില്ല സത്യം പറഞ്ഞാൽ മഴ നിൽക്കണേ ഇല്ല. മഴ പെയ്തുകൊണ്ടിരിക്കും. ലൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ പോകുമ്പോ. അപ്പൊ പുതിയ വെറ്റില് റീസ്റ്റോക്ക് ഉണ്ട്. ചെറുത് പുതിയതാണ് ഇതാ ഇപ്പഴും പാക്ക് ചെയ്തതാണാ. എന്തൊക്കെ വെക്കണമെന്ന് കാണില്ല. വൻ ഫാസ്റ്റ് മുത്തി എന്തൊക്കെയാ കുറച്ചിതാ എടി ക്യാമറമാൻ മാസ്റ്റർ ഒന്ന് കാണിക്കോ. ഇതെന്താ ഇത് ഇതാ വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് പുകല വെക്കണ്ട. പുകല വെച്ച തലെടുത്ത് കിലറുള്ള ലഹരിയാണ് നമ്മൾ.
എനിക്ക് തണ്ടിണ്ടായില്ലേ എന്റെ അമ്മയൊക്കെ ചേട്ടല്ല അപ്പതാ വെറ്റിൽ കിട്ടിയിട്ട് എടാ അപ്പൊ വെറ്റിൽ കിട്ടിയില്ല ഏട്ടാ അതിനുള്ളില് അടയ്ക്ക ചുണ്ണാമ്പ് പിന്നെ പുകയില്ല നിങ്ങൾ എങ്ങനെ കഴിക്കും സാധാരണ ഇതൊക്കെ ഈ വെറ്റിലിയും അടയ്ക്കയും ചുണ്ണാമ്പ് കൂടി ചവച്ചിട്ട് പിന്നെ പുകയിൽ കഴിക്കും അതെന്താ അങ്ങനെ കഴിക്കുന്നത് തലയിറങ്ങി വീഴുവോ ഇല്ലടല്ല അപ്പൊ ഇതിനിടയിൽ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ട് ഒന്നായി കഴിച്ചിട്ട് തലയിറങ്ങി വീഴുവേ ഒന്നായി കഴിച്ച് തലയിറങ്ങി വീഴില്ലേ നിങ്ങൾക്ക് ആരും കഴിക്കണ അമ്മ കഴിക്കണ ഫോക്കസ് ഔട്ട് ആവുന്ന സംഭവം അത് കിലോടെ പോയി ഐഫോൺ ആയതുകൊണ്ട് അപ്പൊ കിലോടെ നമ്മള് എത്ര കാലം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ കഴിച്ചാണ് പിന്നെ അതിനുശേഷം ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏതൊരു കല്യാണത്തിൽ കഴിച്ചു അത് എനിക്ക് അന്ന് മാത്രം ഓർമ്മയില്ല പുകലിട്ടതുകൊണ്ടാണെന്ന് ഞാൻ തലയിറങ്ങി പോകണം അപ്പൊ ഇപ്പൊ എന്താണെന്ന് അറിയില്ല കിലോടെ വെറ്റിലേക്ക് കഴിക്കുന്നതാണോ വെറ്റിലേക്ക് നിങ്ങൾ കഴിക്കില്ലേ നിങ്ങൾ കഴിക്കും കിടാ നമുക്ക് ഞാൻ മുത്തിയോട് ഒരുമിച്ച് കഴിഞ്ഞാൽ ആദ്യം ചോക്കും നോക്കാം തള്ളക്ക് പല്ലൊന്നുമില്ല നമുക്ക് നോക്കാം പിന്നെ എന്നാ ഒന്ന് എടുത്ത് തിന്നോ അതാ അതന്നെ ഇല്ലല്ലേ ചില്ലറ അങ്ങനെയൊക്കെ ഉണ്ട് തള്ള അപ്പൊ എനിക്ക് അടയ്ക്ക ശബ്ദം ചേറുള്ളാന്ന് നല്ല അടയ്ക്ക കൊടുക്ക് എന്താ കൊല്ലുവോ തള്ളേ നമ്മുടെ ട്രൈപ്പോഡ് ഇടയ്ക്കിടയ്ക്ക് ആണ്ട് നല്ല ട്രൈപ്പോഡ് വാലൊക്കെ അങ്ങനെ വെക്കണ കിലോടല അപ്പൊ വാല് പൊട്ടിച്ച് വെക്കണം അതാ പിടിക്ക് അതിനെ പിടിക്കും കിലോടല അപ്പൊ തലയുറ്റാണ്ടിരിക്കുക അതൊരു ഞാൻ കണ്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഈ വെറ്റിലിന്റെ വാലില്ലേ അങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ എവിടെ വെക്കണം തെറ്റിയില്ല ഇങ്ങനെയാ ഇവിടെ വെക്കോ കിലോടേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് കഥ നമ്മുടെ നെറ്റി പോണു ഇല്ലാട്ടല്ലേ ഒരിക്കലും ഇവിടെ വെക്കാറ ഞാനൊന്നും വേണ്ട കിലോടേ നമുക്ക് പറയേണ്ടില്ല അറിയില്ലേ മാട് വന്ന് കുത്തും ചെറുപ്പത്തിലൊക്കെ വെറ്റില തിന്നുമ്പോ മാട് കുത്തും കുട്ടികളെ വെറ്റില തിന്നാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മിക്കത്ത് പോണം എന്താ പിള്ളേരത്ത് കഴിക്കാൻ പറ്റില്ല ഏട്ടന്മാര് കഴിക്കും ഏട്ടന്മാർക്ക് ശക്തിയുണ്ട് പിള്ളേർക്ക് ശക്തിയില്ല കണ്ടതാ കുട്ടി നോക്കാം അവിടെ ജിമ്മ് നോക്കാനോട് ഇടല അപ്പൊ ചവയ്ക്കാൻ പോണ് ചവച്ചാ അതാ ഇടല അപ്പൊ തള്ള എടുത്ത് മിഴുങ്ങി തള്ള ചവച്ചു ഇടല അപ്പതാ നമ്മളങ്ങനെ കഴിക്കാൻ പോണു നമ്മുടെ ട്രൈപ്പോഡ് ഈ കിടക്കുന്ന ഫോൺ സംഭവം ഇത് ട്രൈപ്പോഡ് സൊല്യൂഷൻ അപ്പൊ നമ്മള് അമ്മ ചവയ്ക്കാൻ തുടങ്ങി മുറ്റിയമ്മ ചവയ്ക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ചവയ്ക്കാൻ തുടങ്ങണം ആദ്യം ചോക്കുന്ന ശേഷം അമ്മനെ ചോക്കാൻ പറഞ്ഞു പക്ഷെ തള്ളക്ക് പല്ലൊന്നുമില്ല പക്ഷെ തള്ളക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഡെയിലി ഒരു എത്ര കഴിക്കും ഡെയിലി എത്ര വെറ്റില കഴിക്കും 5-10 കഴിക്കുവോ രാവിലെ വൈകുന്നേരം തിന്നുവേ ഇതന്നെ ചായന്റെ ഒപ്പം തിന്നുവോ ചോറിന്റെ കൂട്ടാനൊക്കെ തന്നെയാണ് കേട്ടല്ലോ അപ്പൊ നമ്മളിന് വെയിറ്റ് ചെയ്താൽ നമ്മളും കഴിക്കാൻ പോണ് കുറേ ഇല്ലല്ലോ എന്ത് സംഭവിക്കുന്ന അറിയാ ഓക്കെ അപ്പോ കാരണം അടക്കിലൊക്കെ ഇത് കല്ല് ഇങ്ങനെ പണിപാളി സംഭവം എന്താ അറിയോ ഫോണൊക്കെ ഇതെല്ലാം പണിപാളി എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെയോ ടേസ്റ്റ് വരുന്നുണ്ടാ സത്യം എന്തൊക്കെയോ ടേസ്റ്റ് വരുന്നത് കിലോടല്ലേ
ചോന്നു പക്ഷെ അത് സംഭവം എനിക്കൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ഞാൻ എത്ര കാലങ്ങൾക്ക് ശേഷം കഴിച്ചല്ലേ വ്യത്യസ്തമായ ടേസ്റ്റ് അതുകൊണ്ടാണെന്ന് അറിയില്ല വലിയ നാക്ക് കാണിക്ക്. ഇതാണോ ഇല്ല നോക്കുക വളത്തിലൊക്കെ പക്ഷെ പണ്ട് കാര്യമില്ല കേട്ടോ എനിക്ക് എന്തൊക്കെ ടേസ്റ്റ് തോന്നുന്നു എനിക്ക് ഛർദ്ദിക്കാൻ അതേനാണ് പറഞ്ഞല്ല കമ്മ ചോത്താ ഒരു ടീ വാ. മൊത്തം കളയട്ടെ. കള്ളോ അതിൽ പല്ലത് നാക്കുന്നതെന്ന് അറിയില്ല കേട്ടല്ലേ കുറച്ച് നല്ല വെള്ളം എടുക്കടാ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക് എന്താ ജനൽ അടച്ച്? മുട്ടുണ്ടായി പുറമുട്ടുണ്ടോ ഒരു ഗ്ലാസ് വെള്ളം അപ്പൊ വീട്ടില് സെഞ്ചിൽ എത്ര വലിയുണ്ട് ഇപ്പൊ അഞ്ചാറിനേ ഉള്ളൂ ചേട്ടാ എന്താ സംഭവിച്ചില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തൊക്കെയോ ഛർദ്ദിക്കാൻ ഒരു ഫീൽ അപ്പൊ പക്ഷെ മധുരമൊക്കെ ഉണ്ട് കേട്ടാ പറഞ്ഞാൽ നിജാം എന്നിട്ട് കുത്തിണ്ട് നിജാമൊക്കെ കുത്തിയാ ചേട്ടാ നമ്മള് മിക്സ് ചെയ്യില്ല സായം തള നിജാമൊക്കെ കുത്തിയിട്ട് പുകലിട്ടാ കുറച്ചുകൂടി എഫക്റ്റ് ആവും നമുക്ക് തലയെ കിട്ടും അതിന് പുകല വേണ്ടില്ല വെച്ചിട്ട് മാത്രം തലയിട്ടുവാ നിങ്ങൾ പുകല അപ്പൊ നിങ്ങൾ ഇടില്ലേ ഇതാ പുകലിട്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് തല കിട്ടില്ലേ ആ എന്താ ഇല്ലാതെ എപ്പോഴൊന്നും തലയിട്ടില്ല അപ്പൊ അതാ അത് ശരിയുണ്ട് നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും കള്ളുടിക്കുന്ന വെക്കുമ്പോൾ ഡോസ് ആവില്ലല്ലോ അതുപോലെ പക്ഷെ നമ്മളെ പറ്റുന്നില്ല വെറ്റില ജസ്റ്റ് തിന്നു നോക്കാണ്ട് വന്നാണ് പക്ഷെ പണി പാളി അപ്പൊ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നേരത്തെ കഴിച്ചായിരുന്നു അപ്പൊ ഇതാണെങ്കിൽ അവിടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നമ്മൾ വെറ്റില തിന്നാൻ വേണ്ടി വന്നായിരുന്നു മഴ ഒന്നാമത് കണ്ടോ നല്ല മഴ പറഞ്ഞു മഴ നിൽക്കണേ ഇല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക അതെ അപ്പൊ നമുക്ക് ഇടല അതേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടാൻ ശ്രമിക്കില്ല എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ വീഡിയോസ് ഇടുന്നത് പക്ഷെ നമ്മുടെ ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ വീഡിയോസ് ഇടുന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളെന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ് അപ്പൊ എല്ലാവരും ഒരു ബൈ പറയും അപ്പൊ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അതേ പറഞ്ഞുള്ളൂ ലവ് യു ഗൈസ് ബൈ